ഒരിക്കലൊരു തേള് ഒരു ആമയോട് ഒരു വലിയ പുഴ മറുകരയെത്തുന്നതിന് സഹായം അഭ്യർത്ഥിച്ചു. ആമ പറഞ്ഞു, ഞാൻ നിന്നെ ഒരിക്കലും സഹായിക്കില്ല. കാരണം നിന്നെ എൻ്റെ പുറത്തു ചുമന്നുകൊണ്ട് ഈ പുഴ നീന്തിക്കടക്കുമ്പോൾ നീ എന്നെ കൊത്തുകയാണ് എങ്കിൽ ഈ വിഷമേറ്റുകൊണ്ട് ഞാൻ ഈ പുഴയിലേക്ക് ആഴ്ന്നു പോകാൻ ഇടവരും. തേള് പറഞ്ഞു, ഒരിക്കലുമില്ല. നിന്നെ കൊത്തുകയാണെങ്കിൽ നിന്നോടൊപ്പം ഞാനും മുങ്ങിപ്പോകില്ലേ എന്ന ഉറപ്പിന്റെ മേലെ ആമ ആ ഒരു തേളിനെയും ചുവന്നുകൊണ്ട് ആ പുഴയുടെ മറുകര എത്തുന്നതിന് വേണ്ടി നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് പുഴയുടെ മധ്യത്തേക്ക് എത്തിയപ്പോൾ തേളിന്റെ തനി സ്വഭാവമെടുത്തു ആമയുടെ കഴുത്തിലേക്ക് തേള് ആഞ്ഞു കൊത്തി. തേളിന്റെ വിഷമേറ്റുകൊണ്ട് ആമയും ഒപ്പം തേളും ആ പുഴയിലേക്ക് ആഴ്ന്നു പോവുകയാണ്. ആ അവസരത്തിൽ ആമ ചോദിച്ചു, എന്തേ നീ വാക്കുമാറ്റിയത്? തേള് പറഞ്ഞു, എനിക്കെങ്ങനെ നിന്നെ കൊത്താതിരിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. എൻ്റെ സ്വഭാവം അങ്ങനെയായിപ്പോയി. അതേ സഹോദരങ്ങളെ, തിരുത്തുവാൻ കഴിയാത്തതായ തെറ്റുകളും മെച്ചപ്പെടുത്തുവാൻ കഴിയാത്തതായ ബലഹീനതകളുമാണ് നമ്മെ ഓരോരുത്തരെയും രക്ഷപ്പെടുത്തുന്നതിന് തടസ്സമായി നിൽക്കുന്നതായ മാർഗങ്ങൾ. ആകയാൽ നമ്മുടേതായ കഴിവുകളും ബലഹീനതകളും എന്നാണോ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത്, അന്നാണ് നമ്മുടെ വളർച്ചയുടെ ആരംഭം കുറിക്കുന്നത്. നമുക്ക് ഊർജം നൽകുന്നതായ ഓരോരുത്തരെയും നാം തിരിച്ചറിഞ്ഞ് ഒരിക്കലും അവരെ ഉപദ്രവിക്കാതിരിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ മറുകര എത്തുവാനുള്ള സഹായത്തിൻ്റെ തോണികൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും.